ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. നമ്മളെ SSLC സോഷ്യൽ സയൻസ് എക്സാം ഒരുപാട് പേര് വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി അല്ലെങ്കിൽ ടെൻഷനോട് കൂടി നോക്കിക്കണ്ട ഒരു എക്സാമാണ് സോഷ്യൽ സയൻസ്. ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യഥാർത്ഥ ഭീകരനെന്ന് പല വിദ്യാർത്ഥികളെ കമന്റ് ബോക്സിലൂടെ ഒക്കെ അവതരിപ്പിച്ച് യഥാർത്ഥ എക്സാം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ എക്സാം ഹോളിൽ നിന്ന് ഇപ്പോഴിതാ പല വിദ്യാർത്ഥികളും പുറത്തിറങ്ങി അവരുടെ ഒപ്പീനിയനുകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ കുഴപ്പമാക്കിയില്ല. നിങ്ങൾ എങ്ങനെയാണോ മാത്സ് കടന്നു പോയത്, എങ്ങനെയാണോ ഫിസിക്സ് കടന്നു പോയത്, അതുപോലെ തന്നെ വലിയ രീതിയിൽ പണി തരാതെ, അതായത് എളുപ്പമാക്കിക്കൊണ്ട് തന്നെ സോഷ്യൽ സയൻസും കടന്നുപോയി. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില വിദ്യാർത്ഥികൾക്ക് സമയം തികയാത്തതിന്റെ ഒരു പ്രശ്നം ഈ ഒരു അവസാന നിമിഷവും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അത്രമാത്രം കടുപ്പമാക്കിയില്ല. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയം ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പാറ്റേണും മോഡൽ എക്സാം ഓൾറെഡി നിങ്ങൾ എഴുതിയതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പബ്ലിക് എക്സാമിനും സോഷ്യൽ സയൻസിൽ നിന്ന് പല പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസും വന്നു. പ്രിപ്പയർ ചെയ്തുകൊണ്ടുപോയ പല വിദ്യാർത്ഥികൾക്കും അത് നന്നായിട്ട് എഴുതാനും പറ്റിയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കേടുപാടുകളില്ല. അത് നിങ്ങൾക്ക് വീണ്ടും ഒരു A+ തന്നെ നന്നായിട്ട് പഠിച്ചവർക്ക് സമ്മാനിച്ചുകൊണ്ട് വലിപ്പിക്കാതെ എന്തായി SSLC സോഷ്യൽ സയൻസ് എക്സാം SS കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ ടെൻഷനോടെ കാത്തിരുന്ന ഒരു സബ്ജക്റ്റ് കൂടി കഴിയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ആശ്വാസമാണ്. നിങ്ങളുടെ ആ ഒരു ടെൻഷനും എല്ലാം കുറഞ്ഞു വരികയാണ്. ഇനിയുള്ളത് വളരെ ചുരുങ്ങിയ സബ്ജക്ട്സ് മാത്രമാണ്. 2 സബ്ജക്ട്സ് അല്ലേ നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിന് കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്ന്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. തൽക്കാലം നിർന്നു.